യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്യാസ ജീവിതത്തിൻ്റെ, സമർപ്പിത ജീവിതത്തിൻ്റെ 3 വ്രതങ്ങളിൽ ഒരു വ്രതമായ ദാരിദ്ര്യത്തെക്കുറിച്ച്, ആ ദാരിദ്ര്യം എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയായിരുന്നു. തുടർന്ന് നമ്മൾ മറ്റൊരു വ്രതമായ അനുസരണത്തെക്കുറിച്ചും അനുസരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനുസരണം എന്നുള്ള വ്രതം ഇന്ന് പലപ്പോഴും ഒരു ഭാരമായിട്ട് കുറേയൊക്കെ സന്യാസികളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുസരിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അച്ഛൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, സമർപ്പിതരായിട്ടുള്ള ആളുകൾ, അവർ ആ സന്യാസ സമൂഹത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരറിവ് വ്രതം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അവർക്കുണ്ട്. ഈ നിയമങ്ങൾ, ഈ അനുസരണം, അപ്പം എന്തിനനുസരിക്കണം, ആരെയൊക്കെ അനുസരിക്കണം, എങ്ങനെയാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ ഈ അനുസരണത്തിൻ്റെ ഈ വ്രതം ഉണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലാക്കാനോ അനുസരിക്കാനോ ബുദ്ധിമുട്ടുള്ള ഈ കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് ഉണ്ട് ഈ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. അനുസരണത്തെക്കുറിച്ചുള്ള ഒരറിവ് ഉണ്ട്. നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാം, നിയമത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. നിയമത്തിന് കീഴ്പ്പെട്ട് അതനുസരിച്ച് ജീവിക്കാം എന്ന് ഒരു തീരുമാനവും എടുത്തു. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എടുത്തയാളുടെ ഉത്തരവാദിത്വമാണ് നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അറിയാതെ എടുത്ത ഒരു തീരുമാനമല്ല, അറിഞ്ഞുകൊണ്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പം ഈ നിയമങ്ങളാകട്ടെ, ഇങ്ങനെ ഉണ്ടായ നിയമങ്ങളാകട്ടെ ഒന്നോ രണ്ടോ പേരെടുത്തിരിക്കുന്ന ഒരു തീരുമാനമല്ല എന്നുള്ളത്, നിയമങ്ങളല്ല എന്നുള്ളവർക്ക്. നിയമങ്ങൾ സഭാ സമൂഹത്തിലെ നിയമങ്ങളെന്ന് പറയുന്നത്, അപ്പോൾ ഈ നിയമങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും അവിടുത്തെ മാതൃകയും അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ തന്നെ കാനൺ നിയമവും സഭയുടെ നിയമവും, കത്തോലിക്ക സഭയുടെ നിയമവും, അതാണ് കാനൺ ലോ എന്ന് പറയുന്നത്, നിയമങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ക്രൈസ്തവ സന്യാസ ചൈതന്യത്തിന് അനുസരിച്ച് യോജിച്ച വിധത്തിൽ, അതുപോലെ തന്നെ രൂപം കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് അംഗീകാരം ലഭിച്ചിട്ടുള്ള, അതായത് അംഗീകാരം നൽകാനായിട്ട് അധികാരമുള്ള ആളുകളിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുള്ളതുമാണ് നിയമങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ ഒന്നോ രണ്ടോ പേര് എടുത്തിട്ടുള്ള നിയമങ്ങളല്ല സഭയിലെ, സന്യാസ സഭയിലെ നിയമങ്ങൾ. പരമ്പരാഗതമായിട്ടുള്ളൊരു നിയമങ്ങളുണ്ട്. പിന്നെ ഓരോ പുതിയതായിട്ടെങ്കിലും കാലാകാലങ്ങളിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഓരോ സഭയിലും. പക്ഷേ അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരുന്നതും, അപ്പോൾ ഈ നിയമങ്ങൾ രൂപീകരിക്കുന്നതൊക്കെ പറഞ്ഞ് വേണ്ടത്ര ചർച്ചയ്ക്ക്, പരിചിന്തനത്തിന്, പ്രാർത്ഥനയ്ക്കും ശേഷം എടുത്തിട്ടുള്ള ഒരു പൊതു തീരുമാനമാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രൂപങ്ങൾ, ഇപ്പോൾ സന്യാസ സഭകളിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ രൂപം കൊള്ളുന്നത് ജനറൽ സിനാക്സിസിലാണ്. അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള ചർച്ചയും
പരിചിന്തനവും ഈ പ്രാർത്ഥനയൊക്കെ എടുത്തതിന് ശേഷമാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ തന്നെ നമ്മൾ വെക്കണം. ഇതിനെക്കുറിച്ച് ചർച്ച വരുമ്പോഴത്തേക്കും ഈ നിയമങ്ങൾ ബിബ്ലിക്കലാണോ, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ചുള്ളതാണോ, സഭയുടെ പാരമ്പര്യം അനുസരിച്ചുള്ളതാണോ, സഭയുടെ കാനണ്ടോ അനുസരിച്ചുള്ളതാണോ, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്, ഓർക്കണം. അല്ലാതെ ഒരാൾക്ക് അങ്ങ് തോന്നി ആ നിയമങ്ങൾക്ക് ഒരു നിയമം ഇന്നത് ഉണ്ടാക്കാൻ കുറച്ച് പേർക്ക് തോന്നി, അങ്ങനല്ല നോക്കി. അതിനുശേഷം നമ്മൾ ഓർക്കണം, ഇപ്പം പൊന്തിഫിക്കൽ കോൺഗ്രിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ നിയമം സാധുവാകണമെന്നുണ്ടെങ്കിൽ ഇവരെടുത്തിരിക്കുന്ന സഭ ജനറൽ സിനാക്സിസ് എടുത്തിട്ടുള്ള ഈ തീരുമാനം സാധുവാകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് അപ്രൂവൽ കിട്ടണം, റോമിൽ നിന്ന് അപ്രൂവൽ കിട്ടണം. അപ്പോൾ ഇത്രയും ഒരു കടന്നു കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഇതൊരു നിയമമാകുന്നെന്നുള്ള. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പേർക്ക് തോന്നിയിട്ടുള്ള ചില നിയമങ്ങൾ അല്ല ഇതെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതനുസരിക്കാനായിട്ട് സമ്മതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അങ്ങനെ സമ്മതം വെളിപ്പെടുത്തിയാണ് ഒരാൾ സന്യാസ സമൂഹത്തിൽ വ്രതം സ്വീകരിക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ നിയമങ്ങൾ, ഈ അനുസരണം, അപ്പോൾ നമ്മൾ വിചാരിക്കുക അധികാരികളെ അനുസരിക്കുന്നതാണ് നമ്മൾ പൊതുവെ പറയുന്നത്. വസ്തുതയിൽ അധികാരികളെ അനുസരിക്കുന്നതിൽ ഉപരിയായിട്ട് വസ്തുതയിൽ ദൈവത്തെ അനുസരിക്കുക. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ്. അധികാരികളെ അനുസരിക്കുക എന്നുള്ള വരുമ്പോഴത്തേക്കും നമ്മൾ ദൈവത്തെ അനുസരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരമാണ് ദൈവികമായിട്ടുള്ള. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബിബ്ലിക്കലായിരിക്കണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണവും ഇത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ അനുസരിച്ചുള്ള നിയമങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ സ്വരമാണ് നിയമങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ നിയമങ്ങൾ, ഇങ്ങനെയുള്ള ഈ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ, അപ്പോൾ ഇത് നിയമങ്ങളെല്ലാം ഒരു സന്യാസിയുടെ ജീവിതത്തെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നതാണ് ഈ നിയമങ്ങൾ. അതായത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം, അവൻ്റെ സമൂഹ ജീവിതം, അവൻ്റെ ദാരിദ്ര്യ ജീവിതം, അനുസരണ, കന്യകത്വം, ബ്രഹ്മചര്യ ജീവിതം, മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ സഭാ നിയമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഈ ഓരോ സഭയുടെ നിയമങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ, ഒരു സന്യാസിയുടെ ജീവിതത്തെ ഏതൊക്കെ തലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നോ ആ തലങ്ങളിലെല്ലാം. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിയമത്തെ സംബന്ധിച്ച് ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിയമങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെ ആയിരിക്കണം, എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ച് പോലും നിയമങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എൻ്റെ ഉല്ലാസം, മാനസികമായിട്ടുള്ള ഉല്ലാസം ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അതേക്കുറിച്ച് പോലും, അതുകൊണ്ടാണ് എല്ലാ തലങ്ങളെയും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, എൻ്റെ യാത്രകൾ, എൻ്റെ ഇടപെടലുകൾ മറ്റുള്ള. ഇപ്പോൾ എനിക്ക് സന്ദർശകൻ വരികയാണ്, എനിക്ക് വന്നിരുന്ന സന്ദർശകനെ ഞാൻ താമസിക്കുന്ന എൻ്റെ മുറിയിലേക്ക്, എൻ്റെ ഓഫീസിലേക്ക് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാം. അല്ലെങ്കിൽ പൊതുവേ ഈ ഒരു പാർലർ ഉണ്ടാകും ഇവരെ സ്വീകരിക്കാനായിട്ട്. എൻ്റെ ഓഫീസിൽ സ്വീകരിക്കാം. എൻ്റെ മുറിയിൽ എൻ്റെ ഒരു സന്ദർശകനെ കൊണ്ടുവരാനായിട്ട് പാടില്ല. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ആവൃത്തി എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത്, എൻക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും, അപ്പോൾ നിയമങ്ങളെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുസരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നിയമങ്ങൾ അനുസരിക്കുമ്പോഴത്തേക്ക് എല്ലാം എന്തിനാണ് ഈ നിയമങ്ങൾ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ എല്ലാറ്റിനും നിയമങ്ങളുള്ളതുകൊണ്ടായിരിക്കാം ചില ആളുകളൊക്കെ ഒറ്റപ്പെട്ടാണെങ്കിലും ചിലപ്പോൾ പറയുന്നത് ഇതെൻ്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഈ അനുസരണ ആവശ്യപ്പെടുന്നത് എന്നൊക്കെ വാദിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മൗലിക അവകാശങ്ങളുടെ, ശരിയാണ്, സ്വാതന്ത്ര്യം ഉണ്ട് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളുണ്ട്. അപ്പോൾ ഈ മൗലിക അവകാശത്തിൽ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഉദാഹരണമായിട്ട് എനിക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്, എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, മൗലിക അവകാശമുണ്ട്. അപ്പോൾ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മിലിറ്ററി ക്യാമ്പിലേക്ക് അനുവാദം കൂടാതെ എനിക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല.
എനിക്ക് സംസാര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എനിക്ക് സംസാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും എന്ത് അപവാദവും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല ഉള്ളൊരു കാര്യമാണ്. എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ലിമിറ്റഡാണ്, ഒരു പരിമിതിയുണ്ട്. ഇതുപോലെ തന്നെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ രാജ്യത്ത് നമുക്കിങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. ആ സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ടെന്നുള്ളൊരു കാര്യമാണ്, ഇല്ലേ? എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു മുറിയിൽ കയറാൻ എനിക്ക് അവകാശമുണ്ടോ? ഇല്ല, എനിക്ക് ഇല്ല. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് എല്ലാ കാര്യത്തിലും ലിമിറ്റഡാണ് നമുക്ക് ഒരു കാര്യത്തിൽ. അതുപോലെ ഒരു സമൂഹത്തിന്, ഇതുപോലെ സന്യാസ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ നമ്മൾ ഓർക്കണം. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഒരു വ്യക്തിക്ക് അവൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവും പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടും കൂടി എടുക്കേണ്ടതാണ് അവൻ്റെ ഈ പറയുന്ന അവനെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അവളെടുക്കേണ്ടതാണ് ഈ വ്രതങ്ങളെന്ന് പറയുന്നത്. 22 വയസ്സ് 21 വയസ്സായി കഴിയുമ്പോഴത്തേക്കാണ് ഇത് ഈ വ്രതം സ്വീകരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം, അതായത് എൻ്റെ മുറിയിൽ ഇപ്പോൾ എൻ്റെ സഭയുടെ നിയമം അനുസരിച്ച് ഞാൻ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് നിയന്ത്രണമുണ്ട്. എനിക്ക് സമ്പത്തുണ്ടെങ്കിലും എനിക്ക് കാറ് വാങ്ങിക്കാനായിട്ട് പാടില്ല. എനിക്ക് കിട്ടുന്ന ശമ്പളം അത് സമൂഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ശമ്പളമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്രതം സ്വീകരിക്കുന്നത്, നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കുകയാണ്. എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഇനി സ്വാതന്ത്ര്യമില്ല എന്നൊരു സന്യാസിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ സന്യാസിനിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ അവിടെ പോവുക. അതെ. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം, എനിക്കത് എന്നെ വരിഞ്ഞു മുറുക്കുകയാണ്, എനിക്ക് ശ്വാസം മുട്ടുകയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, വിട്ടുപോകാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഉപയോഗിക്കണം ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച്, അപ്പം അതുപോലെ തന്നെ വസ്ത്രധാരണം, സാറ് ഒരിക്കൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചൊരു കാര്യമാണ്. എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് സന്യാസം എന്ന് പറയുന്ന ഒരു ജീവിത ക്രമം കൂടിയാണ്. അപ്പോൾ ഈ സന്യാസ വസ്ത്രം എന്ന് പറയുന്നത്, പുരോഹിത വസ്ത്രം എന്ന് പറയുന്നത് ഒരു സൂചന കൂടിയാണ് വസ്ത്രത്തിൽ, അല്ലേ? ഒരു സൂചന കൂടിയാണ്. നമുക്കറിയാം ഏത് പ്രൊഫഷനിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചില പ്രൊഫഷനുള്ള ആളുകൾക്ക് അവരെ തിരിച്ചറിയത്തക്ക വിധത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്. അപ്പോൾ പോലീസുകാർ അവരവരുടെ ശുശ്രൂഷയുടെ സമയത്ത് ഉപയോഗിക്കും. ഇപ്പോൾ ട്രാഫിക് പോലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പല ടൗണുകളിലും ഉണ്ട്. ട്രാഫിക് പോലീസുകാർ ട്രാഫിക് നിയന്ത്രിക്കുന്നത് ഒരു കൈലിമുണ്ട് ബനിയനും ധരിച്ചുകൊണ്ട് തലക്കെട്ട് കെട്ടിയാണോ? അല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു യൂണിഫോം ഉണ്ട്. അങ്ങനെയുള്ളവരെ വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരാൾ വന്നെങ്കിൽ മാത്രമേ, അയാൾ ട്രാഫിക്ക് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ആളുകൾ സ്വീകരിക്കുള്ളൂ. അല്ലാതെ തലക്കെട്ടും കെട്ടി കൈലിമുണ്ട് കൊടുത്ത് ഒരു ബനിയനും ധരിച്ച് നിൽക്കുന്ന ഒരാൾ ട്രാഫിക്ക് നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും അയാളെ അനുസരിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരിക, ഓരോ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൽ സന്യാസ വസ്ത്രം ഏതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്, നമുക്കറിയാം സെക്കൻഡ് വറ്റിക്കാൻ കൗൺസിലിന് ശേഷം കൗൺസിലിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സന്യാസ വസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നാടിൻ്റെ സംസ്കാരം, അതുപോലെ തന്നെ കാലാവസ്ഥ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ കാലോചിതമായിട്ടുള്ള ഒരു മാറ്റം ഈ പറയുന്നത് പോലെ ചിലയിടങ്ങളിൽ സന്യാസ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അനുവാദമുണ്ട്. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് സഭാസമൂഹമാണ്. അപ്പോൾ ഓരോരുത്തർക്ക് തോന്നിയ പോലെ ഉള്ള ഒരു ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, അപ്പം എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു മനുഷ്യൻ്റെ ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളുമായിട്ട് അയാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ ആ മേഖലകളുമായിട്ടൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ആരിൽ നിന്നെല്ലാം ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിസ്സാരമാണെങ്കിൽ പോലും, ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പോലും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുക എന്ന് പറയുന്നത്, ആ ഗിഫ്റ്റ്
എൻ്റെ സാധാരണഗതിയിലുള്ള നിയമം അനുസരിച്ച് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിൻസെൻഷ്യൻ സഭ എന്ന് പറയുന്നത് ആ സഭ എന്ന് പറയുമ്പോൾ സാധാരണ മറ്റ് ഫ്രാൻസിസ്കൻ സഭയെപ്പോലെയോ കർമ്മലിത്ത സഭയെപ്പോലെയൊക്കെയുള്ള ഒരു സന്യാസ സഭയല്ല. നമ്മൾ സഭകളിലെ വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പം ചില കാര്യങ്ങളിലുള്ള ഞങ്ങൾ അപ്പസ്റ്റോലിക് കമ്മ്യൂണിറ്റിയാണ്, അപ്പസ്തോലിക ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ചില കാര്യങ്ങളിൽ ചില ഇളവുകളൊക്കെ ഉണ്ട്. എങ്കിലും ഈ ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച്, അതായത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ, രക്തബന്ധത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും ഗിഫ്റ്റ് നമുക്ക് വാങ്ങിക്കാവുള്ളൂ, നമുക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വീകരിക്കാവുന്നു. ഉദാഹരണമായിട്ട് മാതാപിതാക്കന്മാരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഡയറക്റ്റ് അങ്കിൾ ആൻഡ് ഓൺസ്, ഇതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഇതും വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് കമ്മ്യൂണിറ്റിയുടെയാണ്, നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അതിൻ്റെ ഉടമസ്ഥാവകാശം കമ്മ്യൂണിറ്റിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു നിയമമുണ്ട്. കാര്യം നിസ്സാരമാണ്. അതായത് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. അതൊക്കെ ഇതൊരു ചൈതന്യത്തിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ പേര് നമുക്ക് ആർക്കും ഒരു തരത്തിൽ സന്യാസ ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. എനിക്കൊരു ചോദ്യം വരുന്നതാണ്. അതായത് ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, അതായത് പലപ്പോഴും അനുസരണത്തിൻ്റെ പേരിൽ കൽപ്പിക്കുന്നത് മുൻവിധിയോടുകൂടെ അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോടുകൂടെ പല കാര്യങ്ങളും അനുസരിക്കാൻ ആവശ്യപ്പെടുന്നു, കൽപ്പിക്കുന്നു എന്നുള്ള ഒരു പരാതി ചിലപ്പോഴൊക്കെ സന്യാസികളുടെ ഇടയിൽ നിന്ന് കേൾക്കാറുണ്ട്. അത് ആരിൽ നിന്നാണ് കേൾക്കുന്നതെന്നുള്ളതൊരു കാര്യമാണ്. അത് ആരിൽ നിന്നാണ് കേൾക്കുന്നത്? അത് കേൾക്കുന്നത് പൊതുവായിട്ടുള്ള എല്ലാവരിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? അതായത് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഒരു പ്രയാസം, പ്രതിസന്ധി അല്ലെങ്കിൽ ശിക്ഷണ നടപടി ഒക്കെ വിധേയരാകുന്ന വ്യക്തികളാണിത് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അത് അന്യായമായിട്ടാണ്, പ്രതികാര ബുദ്ധിയോടുകൂടി എടുക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നടപടി എടുക്കുന്നത്, ഒരു ശിക്ഷണ നടപടി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശിക്ഷണ നടപടി എടുക്കുന്നത് അതിന് നിയുക്തരായിട്ടുള്ള, അതിന് സാധിക്കുന്ന, അതിന് അധികാരപ്പെടുത്തിയിട്ടുള്ള വ്യക്തികൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആ ശിക്ഷണ നടപടി ആയിക്കൊള്ളട്ടെ, എടുക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്, പെട്ടെന്നുള്ളൊരു ഇതല്ല, അതിന് നടപടിക്രമമുണ്ട് എന്നുള്ളതാണ്. അത് നിയമം അനുസരിച്ച് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതിന് നിയമമുണ്ട് എന്നുള്ളതാണ്, നിയമം അനുസരിച്ചുള്ള നടപടിക്രമം. ഇനി അങ്ങനെ നിയമം അനുസരിച്ച് നടപടിക്രമം. അപ്പോൾ ഈ ശിക്ഷണ നടപടി എടുക്കുന്ന ആളുകൾ, അധികാരികളെന്ന് പറയുന്ന ആ വിഭാഗവും സംബന്ധിച്ചോളം അവരും നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണ്. ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ അവരും ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴ്പ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരാണ്. ഇനി മറ്റൊരു കാര്യം, ഒരു സന്യാസിക്ക് എതിരെ ഒരു ശിക്ഷണ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു വ്യക്തിയല്ല, ഉദാഹരണമായിട്ട് ഒരു പ്രൊവിൻഷ്യൽ ശിക്ഷണ നടപടി എടുക്കുന്നു, അദ്ദേഹത്തിന് തന്നെ ഒരു ശിക്ഷണ നടപടി എടുക്കാൻ പറ്റില്ല. നിയമം അനുസരിച്ച് എടുക്കാവുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലുമായിട്ട് കൺസൾട്ട് ചെയ്യണം. 4 പേരുണ്ട് കൗൺസിൽ, ചുരുങ്ങിയത്. അപ്പോൾ അവരുടെയും കൂടെ കൂടിയോ, പ്രൊവിൻഷ്യൽ പ്ലസ് 4 5 പേരാണ്. അപ്പോൾ ഈ 5 പേര് കൂടിയാണ് ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സുപ്പീരിയർ ജനറലാണ് ഈ ശിക്ഷണ നടപടി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും കൗൺസിലുണ്ട്, ഈ പറയുന്ന 4 കൗൺസിലേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശിക്ഷണ നടപടി എടുക്കുന്നത് അന്യായമായിട്ടാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അന്യായമായിട്ട് എടുക്കാൻ പറ്റിയല്ല. അങ്ങനെ ഇപ്പം 4-5 പേർക്ക് അങ്ങനെ വരുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അങ്ങനെ ഭൂരിപക്ഷം നോക്കിയിട്ടാണോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ കാരണം ഒരു പൊതുവായിട്ടുള്ളൊരു മാനദണ്ഡം ഉണ്ടല്ലോ ഇങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ശിക്ഷണ നടപടി ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ ചിലപ്പം കണ്ടെന്നിരിക്കാം. ഇതൊരു തെറ്റാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഇത് കാണും. ഉദാഹരണമായിട്ട്, ഞാൻ അനുവാദമൊന്നും കൂടാതെ
ആരുടെ അനുവാദം കൂടാതെ, മാത്രമല്ല ധിക്കരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാറ് വാങ്ങിക്കുന്നു, അത് ഞാൻ ഉപയോഗിക്കുന്നു. അത് പ്രൊവിൻഷ്യലിനും സുപ്പീരിയർ ജനറലിനും അവരുടെ കൗൺസിലറിനും അറിയാതെ നിയമലംഘനമാണ്. അപ്പോൾ ഇതിനെന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ കണ്ടെന്നിരിക്കും. തെറ്റാണെന്ന് എല്ലാവരും അംഗീകരിക്കും. ഇനി എന്താ ശിക്ഷ എന്നുള്ള അപ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് കൂടി ഈ ശിക്ഷണം എന്ന് പറയും മറ്റുള്ളവർക്കും കൂടി ഒരു പാഠമാകാൻ വേണ്ടിയിട്ടൂടെയാണ്. സഭയുടെ വ്യക്തിയുടെ നന്മയ്ക്കും സഭയുടെ കെട്ടുറപ്പിനും വേണ്ടിയിട്ടാണ് ഈ ശിക്ഷണ നടപടി എന്നൊക്കെ പറയുന്നത്. അതൊരിക്കലും ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഉള്ളതല്ല, നമ്മൾ ഓർക്കണം. അപ്പം വിശുദ്ധ പൗലോസിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അധികാരം നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നതെന്ന് പറയുന്നത് എല്ലാം അംഗീകരിക്കുന്നത് മാത്രമല്ല, എനിക്ക് വേണമെങ്കിൽ എനിക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാനൊരു വടിയെടുത്തുകൊണ്ട് വരാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അതിനുള്ള അധികാരം കൂടി ഉണ്ട്, ശിക്ഷണ നടപടി എടുക്കാനായിട്ടുള്ള ഒരു അധികാരം കൂടി ഉണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഒരിക്കലും ഒരു അധികാരി ശിക്ഷണ നടപടി എടുത്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിയമത്തിന് അനുസരിച്ച് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യം ഇതാണ്. അപ്പോൾ ഈ അനുസരണക്കേടിന് ശിക്ഷാ നടപടികൾ ഉണ്ട്, പക്ഷെ അത് അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് ഒരു കൗൺസിലാണ്. അതെ. അപ്പോൾ ഇനി ഏറ്റക്കുറിച്ചിലുണ്ടാകാം. അതെ, ഏതാണ് ഈ ശിക്ഷാ നടപടി എടുക്കേണ്ടതാണോ അക്കാര്യത്തെക്കുറിച്ചുള്ള ഇനി എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഓർക്കണം, ഈ ശിക്ഷ എടുക്കുന്ന ആളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ആളെ വീണ്ടും തിരിച്ചു തൻ്റെ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടും വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഓർക്കണം, അയാളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സഭയിലെ ശിക്ഷണ നടപടികളെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന് അപ്പീൽ ചെയ്യാനായിട്ട് ഞാൻ അത് ചോദിക്കാൻ വരുന്നു. ഇങ്ങനെ ശിക്ഷാ നടപടി ഉണ്ടായാൽ നമുക്കത് അപ്പീൽ ചെയ്യാനുള്ളൊരു തീർച്ചയായിട്ടും. ഇപ്പം ചെറിയൊരു കമ്മ്യൂണിറ്റി, ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയാണ്, ഒരു മഠം. അപ്പോൾ അവിടുത്തെ ഒരു നിയമം ഇപ്പോൾ അത്രയൊന്നും വരികയില്ല, ശിക്ഷ ഒന്നും ലോക്കലായിട്ടുള്ള സുപ്പീരിയറൊന്നും കൊടുക്കുകയൊന്നുമില്ല. പക്ഷേ അങ്ങനെ കൊടുക്കും തന്നെ വിചാരിക്കുക, അത് അങ്ങനെ ശരിയല്ല ഇതൊക്കെ. അപ്പോൾ ഇത് പ്രൊവിൻഷ്യലിനോട് അടുത്ത് പരാതി പറയാനായിട്ടുണ്ട്. പ്രൊവിൻഷ്യലും ഈ ഇദ്ദേഹത്തിന് ഈ പരാതി പറഞ്ഞ ആൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി അല്ല തരുന്നതെങ്കിൽ സുപ്പീരിയർ ജനറലിനോട് പറയാം. സുപ്പീരിയർ ജനറലും അദ്ദേഹത്തിൻ്റെ കൗൺസിലറും അനുകൂലമായിട്ടുള്ള മറുപടി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപരിയായിട്ട് ഹോളിസിയിലേക്ക് പോകാം. അപ്പോൾ അത് അവസാനത്തേനാണ്. അപ്പം നമുക്ക് തീർപ്പ് കൽപ്പിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ അവകാശം, ഓരോ സന്യാസിനിക്കും അവരുടേതായിട്ടുള്ള അവകാശമുണ്ട്. നിങ്ങൾ അനുസരിച്ച് പോകുന്നുള്ളതല്ല, സന്യാസിക്ക് അവരുടെ അവകാശമുണ്ട്. ആ അവകാശം ലംഘിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, സമയം ആയി. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സന്യാസ ജീവിതത്തിൻ്റെ വ്രതങ്ങളിൽ ഒന്നായ അനുസരണത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെയാണ് പ്രായോഗിക തലത്തിലേക്ക് വരുന്നതും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്യുകയായിരുന്നു. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.